നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ജൂലൈ 12, 13 തീയതികളിൽ നടക്കുന്ന 32ാമത് SSF തിരൂരങ്ങാടി ഡിവിഷൻ സാഹിത്യോത്സവിൽ അതിർത്തികളുടെ രാഷ്ട്രീയ സാമൂഹിക വ്യവഹാരങ്ങൾ ചർച്ചയാകുന്നു. പുതിയ കാലത്ത് വിദ്യാർത്ഥികളുടെ സർഗാത്മകത കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് ഓരോ സാഹിത്യോത്സവൻ്റെ ലക്ഷ്യമെന്നും 1993 ആരംഭിച്ച സാഹിത്യോത്സവം ഇന്ന് ഫാമിലി മുതൽ ദേശീയ തലം വരെ വ്യാപിച്ചിരിക്കുമെന്നും ഓരോ വർഷവും 1,00,000-ലധികം വിദ്യാർത്ഥികൾ സാഹിത്യോത്സവിൻ്റെ ഭാഗമാകുന്നുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരൂരങ്ങാടിയിൽ വലിയ ജുമാഅത്ത് പള്ളിക്ക് സമീപം വെച്ചാണ് സാഹിത്യോത്സവം നടക്കുക. 11 വേദികളായി 175-ലധികം മത്സര ഇനങ്ങളിൽ 1,500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വെള്ളിയാഴ്ച അലി ഹസൻ മക്ബറ സിയാറത്തും പതാക ഉയർത്തലും നടക്കും. സിയാറത്തോടെ ധന്യമാവുന്ന സാഹിത്യോത്സവം ശനിയാഴ്ച വൈകുന്നേരം ആരംഭിക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് ഹുസൈൻ അഹ്സിനി അധ്യക്ഷത വഹിക്കുകയും SYS ജില്ലാ സെക്രട്ടറി മുനീർ പാഴൂർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രമുഖ സാമൂഹിക നിരീക്ഷകനും പ്രഭാഷകനുമായ ശ്രീചിത്രൻ അതിരുകൾ നിർമ്മിക്കുന്ന ഭൂപടങ്ങളെക്കുറിച്ച് പ്രമേയ പ്രഭാഷണം നടത്തും. തുടർന്ന് സാഹിതീയ മത്സരങ്ങളിലായി 2000-ലധികം പ്രതിഭകളുടെ സർഗാത്മക മൂല്യനിർണ്ണയം നടക്കും. ഞായറാഴ്ച നടക്കുന്ന സമാപന സംഗമത്തിൽ കേന്ദ്ര മുഷാവറ അംഗം പൊന്മള മുഹിയുദ്ദീൻ കുട്ടി ബാക്കവി ഉദ്ഘാടനം ചെയ്യും. SSF ദേശീയ സെക്രട്ടറി സ്വാദിഖ് അലി ബുഖാരി അനുമോദന പ്രഭാഷണവും നടത്തും. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി IPB ബുക്ക് ഫെയർ, യജൂസിനെ എന്നീ സ്റ്റാളുകളും ഒരുക്കിയിരിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ വരുന്ന ജൂലൈ 12, 13 തീയതികളിലാണ് തിരൂരങ്ങാടി വലിയ പള്ളി യൂണിറ്റിൽ വെച്ചുകൊണ്ട് 10 സെക്ടറുകളിൽ നിന്നും 4 ക്യാമ്പസുകളിൽ നിന്നും 2 പാരലൽ കോളേജുകളിൽ നിന്നുമായിട്ടുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന 1,500ഓളം വിദ്യാർത്ഥികൾ 175 ഇനങ്ങളിലായി പങ്കെടുക്കുന്ന സാഹിത്യോത്സവം, അതിൽ നിന്ന് അതിർത്തി മായിച്ചവരുടെ കഥ എന്ന തീമിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ സാഹിത്യോത്സവം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി കാവൽ നിൽക്കുകയും സമൂഹത്തിലെ അധിഷ്ഠിത വിഭാഗങ്ങളെ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട അതിരുകളെ ഭേദിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് ഉന്നതിയുടെ വിഹായുസിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ ചരിത്രത്തെയും മഹാരഥന്മാരെയും അനുസ്മരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സാഹിത്യോത്സവം വരുന്ന ജൂലൈ 12, 13 തീയതികളിലായി നടക്കുകയാണ്. 11-ാം തീയതി നടക്കുന്ന സിയാറത്ത്, ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന സിയാറത്തിന് മമ്പീരി അബ്ദുൽ ഖാദർ ഹസനി നേതൃത്വം നൽകും. ശേഷം പതാക ഉയർത്തലും ബുക്ക് ഫെയറിന്റെ ഉദ്ഘാടനവും നടക്കും. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രമുഖ സാഹിത്യ നിരൂപകൻ MJ ശ്രീചിത്രനാണ്. അതുപോലെ തന്നെ ആ പ്രോഗ്രാമിൽ SYSന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മുനീർ പാഴൂർ, അതുപോലെ പ്രാസ്ഥാനിക നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന പ്രോഗ്രാം ഉദ്ഘാടനം ഒന്ന് നടക്കും. അതുപോലെ തന്നെ സമാപന സമ്മേളനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ മുഷാവറ അംഗം ബഹുമാനപ്പെട്ട പൊന്മള മുഹിയുദ്ദീൻ ബാക്കവി സഹോദരർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സ്വാദിഖ് അലി ബുഖാരി SSFന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായ സ്വാദിഖ് അലി ബുഖാരി അനുമോദന പ്രഭാഷണം നിർവഹിക്കും. അതോടുകൂടി പ്രോഗ്രാം അവസാനിക്കും. വാർത്താ സമ്മേളനത്തിൽ മുസ്തഫ മഹ്ലരി, AP ഉനൈസ്, മുഹമ്മദ് അസ്ഹർ CH, ഇർഷാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ. മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.